നമസ്കാരം. ഇന്ത്യൻ രൂപ വീണ് നടുവൊടിഞ്ഞ അവസ്ഥയിലാണ്. എന്നാലും അതുകൊണ്ട് നേട്ടമുണ്ടാവുന്നൊരു വിഭാഗമുണ്ട്. അവർ പ്രവാസികളാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലാണെന്ന് തന്നെ പറയാം. എന്നാൽ ഇതുകൊണ്ട് നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത് പാവം പ്രവാസികളാണ്. മൂല്യത്തകർച്ചയിൽ രൂപ പുതിയ റെക്കോർഡ് ഇടുമ്പോൾ പ്രവാസികൾക്ക് അതുകൊണ്ട് ഗുണമാണ് ഉണ്ടാകുന്നത്. യുഎയിലെ പ്രവാസികളും ഇതര ഗൾഫ് രാജ്യങ്ങളിലുള്ളവരും വലിയ ആഹ്ലാദത്തിലാണ്. രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞാണ് ഗൾഫ് കറൻസികളുടെ വിനിമയത്തിൽ പ്രതിഫലിച്ചത്. ഇന്നലെ വൈകിട്ട് ഒരു ദിർഹത്തിന് 23.12 രൂപയാണ് ഓൺലൈനിൽ നിരക്ക്. വിനിമയ നിരക്ക് ഇത്രയും ഉയരുന്നത് ആദ്യമായാണ്. വിവിധ കമ്പനികളുടെ മൊബൈൽ ആപ്പുകൾ ഇതേ നിരക്ക് നൽകിയപ്പോൾ ധനവിനിമയ സ്ഥാപനങ്ങൾ 9 പൈസ കുറച്ച് ദിർഹത്തിന് 23.3 പൈസയാണ് നൽകിയത്. ഈ വ്യത്യാസം മൂലം പരമ്പരാഗത മാതൃകയിൽ പണം അയക്കുന്നവരുടെ എണ്ണം കുറയുകയാണ്. സൗദി റിയാൽ 22.60 രൂപ, ഖത്തർ റിയാൽ 23.29 രൂപ, ഒമാൻ റിയാൽ 220.56 രൂപ, ബഹ്റിൻ ദിനാർ 225.19 രൂപ. ഇനി കുവൈറ്റ് ദിനാർ ആണെങ്കിലോ 276.04 രൂപ എന്നിങ്ങനെയാണ് ഇതര GCCകളിലെ കറൻസികളുടെ രാജ്യാന്തര വിനിമയ നിരക്ക്. ഇതിൽ 10 മുതൽ 25 പൈസ വരെ കുറച്ചാണ് പല ധനവിനിമയ സ്ഥാപനങ്ങളും നൽകുന്നത്. ഗൾഫ് മേഖലയിലെ കറൻസികളുടെ രൂപയ്ക്കെതിരായ വിനിമയ മൂല്യം വലിയ തോതിൽ വർദ്ധിച്ചതോടെ നാട്ടിലേക്ക് പണം അയക്കാനുള്ള തിരക്കിലാണ് പ്രവാസികൾ നിലവിൽ. പ്രവാസികളുടെ പണം നാട്ടിലേക്ക് ഒഴുകുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഡോളർ സൂചികയിൽ നേരിയ ഇടിവുണ്ടായതോടെ അമേരിക്കൻ ബോണ്ട് വരുമാനത്തിൽ വന്ന വർധനയും രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക് കൂപ്പുകുത്താൻ കാരണമായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഡോളർ ശക്തി പ്രാപിച്ചതാണ് ഇന്ത്യൻ കറൻസിക്ക് വലിയ തിരിച്ചടിയായി മാറിയത്. ട്രംപിന്റെ പുതിയ നയങ്ങൾ ഡോളറിനെ ശക്തിപ്പെടുത്തുമെന്ന കണക്കുകൂട്ടലിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ ശക്തമായ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയിലുണ്ടായ വർധനവും ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള നിക്ഷേപകരുടെ പിന്മാറ്റം വലിയ തോതിൽ രൂപയെ ബാധിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രവാസികളുടെ കോടികളാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. ഇതോടുകൂടി പ്രവാസികളെ ബാങ്കുകളും നോട്ടമിട്ടിരുന്നു. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ അധിക പലിശ ഉൾപ്പെടെയുള്ള ഓഫറുകളാണ് വിവിധ ബാങ്കുകൾ നൽകി വരുന്നത്. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുമ്പോൾ കൂടുതൽ വിദേശ മൂല്യം ആകർഷിക്കുകയെന്ന പദ്ധതിയുടെ ഭാഗമായാണ് പലിശ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കം. NRIകൾക്ക് അവരുടെ പണം ഡോളറിലോ പൗണ്ടിലോ സൂക്ഷിക്കാൻ കഴിയുന്നവയാണ് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് നിക്ഷേപങ്ങൾ. മിക്കവാറും എല്ലാ കാലാവധിയിലുള്ള നിക്ഷേപങ്ങൾക്കും ഉയർന്ന പലിശ നിരക്ക് നൽകാൻ ബാങ്കുകൾക്ക് ഇപ്പോൾ തടസ്സമില്ല. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ പ്രവാസികൾ നാട്ടിലേക്ക് വൻതോതിൽ പണം അയക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ഗൾഫ് മണി എത്തിയില്ലെങ്കിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ തിരിച്ചടിയായി മാറും. എത്രയോ കുടുംബങ്ങളാണ് പ്രവാസികളുടെ പണത്തിനായി കാത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.